മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രഞ്ജിനി ഹരിദാസ് CJP സമരവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഡൽഹിയിലെത്തിയിട്ട് തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട്. അവർ ജനാധിപത്യമൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അതേ ജനാധിപത്യ ബോധ്യത്തിൽ നിന്ന് വിവേകമുള്ള ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സമരത്തിന് പോലും രംഗത്ത് വരാത്ത രഞ്ജിനി ഹരിദാസ് ഒക്കെ CJPക്ക് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിട്ട് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ അത് വാർത്തയാക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ CJPയുടെ പ്രൊമോഷൻ വർക്ക് ഏതൊക്കെ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് ലളിതമായിട്ട് ചിന്തിക്കേണ്ടതാ. ഇതൊക്കെ ഓരോ മലയാളിയും ചിന്തിച്ചു നോക്കണം. ഇത് CJPയുടെ ഒരു പ്രൊമോഷൻ വർക്ക്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ച്, അപ്പൊ സ്വാഭാവികമായിട്ടും സകല പ്രമുഖ മാധ്യമങ്ങളും അവരോട് സംസാരിക്കുമ്പോൾ ഈ CJPയുടെ ഒരു പ്രൊമോഷൻ, കേന്ദ്ര സർക്കാർ വിരുദ്ധ ഒരു വലിയ രീതിയിലുള്ളൊരു നെറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതിന്റെ കൊട്ടേഷൻ രഞ്ജിനി ഹരിദാസ് ഏറ്റെടുത്തിട്ടുണ്ടോ? ലളിതമായ ചോദ്യം. എന്താണ് രഞ്ജിനി ഹരിദാസ് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. ഇത് ഞാൻ വീട്ടിൽ നിന്നും ഒരു പോരാളിയായിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് ആൾക്കാർക്കും എടുത്തു. എന്റെ പോസ്റ്റ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബിക്കോസ് അത് അത്രയും എന്നെ എഫക്ട് ചെയ്തു. പക്ഷെ ഒരു മൊമെന്റിൽ ഐ തിങ്ക് സോനം വാങ്ചുക്ജിയുടെ 20ാമത്തെ ദിവസം 21ാമത്തെ ദിവസത്തെ ഹങ്കർ സ്ട്രൈക്കിൽ അദ്ദേഹത്തെ എടുത്തോട്ട് പോയ രീതി എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെന്നെ എന്റെ ഒരു ഇറ്റ് എഫക്റ്റഡ് മീ വെരി ഡീപ്ലി. അത് ഈ രാജ്യത്തിൽ അങ്ങനെ ഒരു സാധനം നടക്കുന്നത് ശരിയല്ല, എസ്പെഷ്യലി ബിക്കോസ് ഹി ഈസ് എ സയന്റിസ്റ്റ്, ഹി ഈസ് എൻ അവാർഡ് വിന്നർ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ഹങ്കർ സ്ട്രൈക്ക് ചെയ്ത ഒരു പോരാളിയാണ്. അത് മാന്യമായി ചെയ്തൊരു പോരാളിയാണ്. ഒച്ചയോ ബഹളം ഉണ്ടാക്കുന്നതല്ല അദ്ദേഹത്തിന്റെ രീതി. മാന്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ ഇവര് വന്നിട്ട് ഇത്രയും മോശമായി അദ്ദേഹത്തെ, യൂണിഫോം ഇല്ലാത്ത ആൾക്കാർ വന്ന് കേർട്ടൻ തുണി ഇട്ടിട്ട് അദ്ദേഹത്തിന് ഒരു വെള്ള തുണിയിൽ ഒരു വളരെ മോശമായ രീതിയിൽ കുത്തിത്തിരുകി കൊണ്ടുപോകുന്നത്, വളരെ മോശമായ വേർഡ്സ് യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എനിക്ക് ഡൈജസ്റ്റ് ആയില്ല സത്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ ആ ഫുൾ ഡേ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ എന്റെ ഒട്ടുള്ള വേറെ ഞാൻ ഇങ്ങനെ പ്രൊട്ടസ്റ്റിനൊന്നും വലിയ രീതിയിൽ പോയിട്ടില്ല. ബട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു ആൻഡ് ഐ ഗോട്ട് റാൻഡം പീപ്പിൾ ഫ്രം ദി ഇൻഡസ്ട്രി ആൻഡ് outside contacting me, so അങ്ങനെ from the industry. നിങ്ങൾ കേട്ടില്ലേ, സോനം വാങ്ചുകിനെ പോലും പോരാളിയായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. പിന്നെ ഈ സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്ത രീതി, പോലീസിന് യൂണിഫോം ഇല്ല, ഇതൊക്കെയാണ് വാദം. അതേപോലെ തന്നെ പാർലമെന്റിലേക്ക് നടന്ന മാർച്ച് വിഷയത്തില് കേരളത്തിലും ഇങ്ങനെ പ്രതികരിച്ചോണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് CJPയുമായിട്ട് ചർച്ച നടത്താത്തത് കേന്ദ്ര സർക്കാർ എന്ന്. ആര് പറഞ്ഞു ചർച്ച നടത്തിയിട്ടില്ല എന്ന്? JP നദ്ദ കേന്ദ്രമന്ത്രി കൃത്യമായിട്ട് തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടില്ലേ? ഈ പറയുന്ന CJPയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഫോട്ടോ എവിടെ കൊടുത്തത്? ഞാനിതിൽ അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് പറയാ. അദ്ദേഹത്തിന്റെ എക്സ് പ്രൊഫൈലിൽ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ഇന്ന് രാവിലെ ആദ്യമായാണ് സമരക്കാരുടെ ഭാഗത്ത് നിന്ന് സർക്കാരുമായി ചർച്ച നടത്താനുള്ള നിർദ്ദേശം വന്നത്. 11:50 മുതൽ ഞങ്ങളുടെ ചർച്ചകൾ നടന്നു വരികയാണ്. സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നത്. ആദ്യം അവരുടെ പ്രതിനിധി സംഘവുമായി വിശദമായ വാക്കാലുള്ള ചർച്ച നടത്തി. തുടർന്ന് വൈകുന്നേരം 4 മണിയോടെ അവർ എനിക്കൊരു രേഖാമൂലമുള്ള നിവേദനം സമർപ്പിച്ചു. സമരക്കാർ തങ്ങളുടെ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കണമെന്നും സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിൽ ഭരണകൂടത്തെ സഹായിക്കണമെന്നും ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രി ചർച്ച നടത്തിയതിന്റെ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ ചർച്ച നടന്നില്ലോ എന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നു. അവരൊക്കെ എന്ത് പറയുന്നു? പിന്നെ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ, പോലീസ് ഈ പറയുന്ന പാർലമെന്റിലേക്കുള്ള മാർച്ചിൽ പോലീസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പോലീസ് ആക്ഷൻ എടുക്കണ്ടേ? ഇന്ത്യൻ പാർലമെന്റിലേക്ക്, അതായത് ഹൈ സെക്യൂരിറ്റി സോൺ, നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് പാർലമെന്റ്. 2000 പാർലമെന്റിലേക്ക് നടന്ന ഭീകരവാദ പ്രവർത്തനം അറിയാലോ. അതിനൊക്കെ ശേഷം അതീവ സുരക്ഷയിൽ നമ്മുടെ പാർലമെന്റ് മുന്നോട്ട് പോവാ. ആ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമ്പോൾ പിന്നെ പോലീസ് നോക്കി നിൽക്കണം? ലളിതമായ ചോദ്യ. പോലീസ് അതിന് നടപടികൾ എടുക്കണ്ടേ? അതായത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പാർലമെന്റിലേക്ക്, രാജ്യത്തിന്റെ തലയെടുപ്പ്, രാജ്യത്തിന്റെ അഭിമാന മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഏത് സർക്കാരാണെങ്കിലും അനുവദിക്കില്ല. അതാണ് മോദി സർക്കാർ ചെയ്തത്. ചർച്ച നടത്തണമെന്ന് പറഞ്ഞു, ചർച്ച നടത്തിയില്ലേ? എന്താണ് ഇവർക്ക് ആവശ്യം? ഇവരുടെ ആവശ്യങ്ങൾ സകലതും നിറവേറ്റല്ലേ? 20 ദിവസം
ഇവർ ഈ പറഞ്ഞ സോനം വാങ്ചുക് 20 ദിവസം നിരാഹാര സമരം കിടന്നു. ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? അവരവിടെ നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോയില്ലേ? കൃത്യമായിട്ട് കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സോനം വാങ്ചുകിന്റെ ജീവൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് ജയിലിൽ അടച്ചതല്ല, യൂണിഫോം ഇല്ലാതെ വന്നത് അവിടെ ഒരു സംഘർഷമില്ലാതിരിക്കാനാ. കൃത്യമായിട്ട് അവരെ ഹോസ്പിറ്റലിലേക്കാ മാറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട് സോനം വാങ്ചുകിന്റെ ഭാര്യ രംഗത്തെത്തിയിരുന്നല്ലോ. ഹൈക്കോടതി അവരോട് എന്താ പറഞ്ഞത്? അവിടെ തന്നെ നിൽക്കട്ടെ എന്നല്ലേ, ചികിത്സ തുടരട്ടെ എന്നല്ലേ. അപ്പൊ സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തത് സോനം വാങ്ചുകിനെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാ, ജീവനുമായി ബന്ധപ്പെട്ട് തന്നെയാ അറസ്റ്റ് ചെയ്തത്. പിന്നെ പോരാളി കോപ്പ സോനം വാങ്ചുക് പോരാളിയാണെന്നൊക്കെയാ ഈ രഞ്ജിനി ഹരിദാസ് വിളിച്ചു പറയും. എന്ത് പോരാളി? രാജ്യത്തേക്ക് ചൈനീസ് പട്ടാളത്തെ കടത്തിവിടാൻ അവർക്ക് വഴിയൊരുക്കുമെന്ന് പറഞ്ഞത് എന്ത് പോരാളി? അവർ നിങ്ങൾക്ക് പോരാളിയാവും. രാജ്യസ്നേഹികളെ സംബന്ധിച്ച് രാജ്യദ്രോഹി എന്ന് തന്നെ വിളിക്കാൻ സാധിക്കൂ. രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഈ സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ലേ? നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെ ഇവിടെ കലാപം നടത്തണമെന്ന തരത്തിൽ പ്രസംഗിച്ചിട്ടില്ലേ ഈ സോനം വാങ്ചുക്? ആ സോനം വാങ്ചുകിനെയൊക്കെ പോരാളിയൊക്കെ ആക്കി രഞ്ജിനി ഹരിദാസ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ CJPക്ക് ഫണ്ട് വരുന്നു എന്ന തരത്തിൽ വളരെ വലിയ രീതിയിൽ ഇവിടെ പ്രചരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നോ നമ്മളത് പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികള്, അഫ്ഗാനിസ്ഥാനികള് വലിയ രീതിയിൽ ഫോളോ ചെയ്യുക. നമ്മുടെ രാജ്യത്തിനെതിരെ ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഫോളോ ചെയ്യുക. ഇവർക്ക് എന്താണ് ആവശ്യം? ഇവരോട് ചർച്ചയില്ലേ? ഇവർക്ക് സമരം ചെയ്യാൻ അനുവാദം കൊടുക്കുന്നില്ലേ? അപ്പോഴും ഇവര് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാർച്ച് നടത്തിയാൽ അതെങ്ങനെ അനുവദിക്കാൻ സാധിക്കോ? എടുത്ത് തൂക്കി ഉള്ളിലിടണം. ഈ പറയുന്ന CJP പ്രവർത്തകർ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ ഒരു മാർച്ചിന് രംഗത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കേതായാലും സംശയം. അത്തരം ആളുകൾ, പ്രത്യേകിച്ച് ഓർക്കണം, ഒരു സെലിബ്രിറ്റിയെ, കേരളത്തിൽ നിന്ന് ഒരു സെലിബ്രിറ്റിയെ CJP ഡൽഹിയിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ്? ലളിതമായ ചോദ്യ. ഇന്നേ വരെ ചരിത്രത്തിൽ ഈ ഒരു സെലിബ്രിറ്റി രഞ്ജിനി ഹരിദാസ് ഒന്നും ഈ പറയുന്ന ഡൽഹിയിലോ നമ്മുടെ കേരളത്തിലോ വലിയൊരു പ്രതിഷേധത്തിലൊന്നും രംഗത്തിറങ്ങിയത് ഞാനേതായാലും കണ്ടിട്ടില്ല. സകല മലയാളികളും ഗൗരവത്തിൽ ചിന്തിക്കണം. ഒരു സെലിബ്രിറ്റിയെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് വലിയ വാർത്തയാക്കി CJPക്ക് വലിയ പിന്തുണ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ കളികളില്ലേ? നമ്മുടെ രാജ്യത്തിന് സമാധാനം കെടുത്താനാണോ? ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ CJP മാർച്ച് നടത്തിയത് രാജ്യത്തിന് സമാധാനം കെടുത്താനല്ലേ CJP ഇപ്പോ കിണഞ്ഞ് ശ്രമിക്കുന്നത്? അവർക്ക് ഈ ചോദ്യപേപ്പർ വിഷയമൊന്നല്ല, അവർക്കിപ്പോ രാജ്യം കുളം തോണ്ടണം എന്ന രീതിയിലേക്കല്ലേ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അവര് സമരം നടത്തുന്നത്. ഇതൊക്കെ ഈ രാജ്യത്തെ പുതുതലമുറ വളരെ കുറഞ്ഞ ആളുകളാണ്. 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ യുവാക്കൾ എന്ന് പറയുന്നത് വലിയൊരു വിഭാഗം യുവാക്കളുണ്ട്. അതിന്റെ 100-ൽ ഒരു 10% പോലും ഡൽഹിയിൽ ആ സമരത്തിലില്ല എന്നുള്ളതും സകല ആളുകളും അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന സകലരും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. പിന്നെ ഈ സമരമൊക്കെ ഇതിന്റെ പിന്നിലൊന്നും നല്ല ഉദ്ദേശമൊന്നുമല്ല, രാജ്യത്തെ സമാധാനമില്ലാതാക്കുകയാണ് CJPയുടെ ലക്ഷ്യം എന്നൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക.